കീറിയിരിക്കുന്ന പാൻറ് ഇട്ടു, കൈയില്ലാത്ത ഉടുപ്പിട്ടു, അങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടു, ഷോർട്ട്. നടൻ ഇന്ദ്രജിത്തിൻ്റെയും പൂർണിമയുടെയും മൂത്ത മകളാണ് ഗായിക കൂടിയായ പ്രാർത്ഥന ഇന്ദ്രജിത്ത്. വിദേശത്ത് സംഗീത പഠനവും മറ്റും നടത്തി സംഗീത ലോകത്തെ തൻ്റെ കരിയർ കെട്ടിപ്പടുക്കുന്ന തിരക്കിലാണ് പ്രാർത്ഥന. സമീപകാലത്ത് സൈബറിടത്ത് പ്രാർത്ഥനയുടെ വസ്ത്രധാരണത്തെപ്പറ്റി ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് പ്രാർത്ഥനയുടെ മുത്തശ്ശി മല്ലിക സുകുമാരൻ. കീറിയ പാൻറ്റും കൈയില്ലാത്ത ഉടുപ്പും എൻ്റെ കൊച്ചുമകൾ പ്രാർത്ഥന ഇടുന്നതിന് അവളുടെ മാതാപിതാക്കളായ ഇന്ദ്രജിത്തിനും പൂർണിമയ്ക്കും ഇല്ലാത്ത പ്രശ്നം മറ്റുള്ളവർക്ക് എന്തിനാണെന്നാണ് മല്ലിക സുകുമാരൻ ചോദിക്കുന്നത്. ഇന്ദ്രജിത്തും പൂർണിമയ്ക്കും എതിർപ്പില്ലാത്തപ്പോൾ പിന്നെ ആർക്കാണ് പ്രശ്നം? ലണ്ടനിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, കൈയില്ലാത്ത ഉടുപ്പ് ഇട്ടെന്ന് വരും. എന്താ ഇങ്ങനെ കീറിയിരിക്കുന്ന പാൻറ് എന്ന് ചോദിക്കാൻ ആരും അവിടെയില്ല. ഈ ഡ്രസ്സ് അവരുടെ ഇഷ്ടമാണ്, മല്ലിക സുകുമാരൻ പറയുന്നു. ഇന്ദ്രജിത്തിനും പൂർണിമയ്ക്കും പിന്നാലെയായി മക്കളും സിനിമയിൽ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ഇളയ മകളായ നക്ഷത്ര അഭിനയത്തിൽ തിളങ്ങിയപ്പോൾ പാട്ടിലൂടെയാണ് പ്രാർത്ഥന കഴിവ് തെളിയിച്ചിരിക്കുന്നത്. കോക്കോ കോഴി എന്ന ഗാനത്തിലൂടെയാണ് പ്രാർത്ഥന പിന്നണി ഗാനരംഗത്തേക്കെത്തിയത്. ദി ഗ്രേറ്റ് ഫാദറിന് പിന്നാലെയായി മോഹൻലാൽ, കുട്ടൻപിള്ളയുടെ ശിവരാത്രി, ഹെലൻ തുടങ്ങിയ ചിത്രങ്ങളിലും പ്രാർത്ഥന ഗാനം ആലപിച്ചിട്ടുണ്ട്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള സൈമ അവാർഡും താരപുത്രി ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോൾ ഇവിടുത്തെ രീതിയിലുള്ള വസ്ത്രങ്ങളും പ്രാർത്ഥന ധരിക്കാറുണ്ടല്ലോ. അമ്പലത്തിൽ അവൾ സാരി ഉടുത്ത് വന്നിട്ടുണ്ടല്ലോ. അതൊന്നും ആരും കണ്ടില്ലേ? എല്ലാം അവരുടെ ഇഷ്ടമല്ലേ? വിമർശകരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയും. നിന്റെ പ്രായമൊന്നും അവർക്ക് പ്രശ്നമല്ലെന്ന് ഞാൻ പ്രാർത്ഥനയോട് പറയാറുണ്ട്. ഞാനൊരു ലൂസ് പൈജാമയിട്ടാലും പലരും വിമർശിക്കാറുണ്ട്. അതൊക്കെ സാധാരണമാണ്. ഞാൻ വിദേശത്ത് പഠിച്ചിട്ടല്ലേ. പ്രാർത്ഥനയുടെ കാര്യം നോക്കാൻ വേറെ ആളുകളുണ്ട്. പൊതുവേദികളിൽ പോകുമ്പോൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് കുട്ടികൾ ശ്രദ്ധിക്കാറുണ്ട്. ഓരോ കാലത്തിനനുസരിച്ച് ഫാഷൻ മാറും. അതിനോട് ആകർഷണം എല്ലാവർക്കും തോന്നും. 17 വയസ്സായ ഒരു കുട്ടിക്കും 47 വയസ്സായ സ്ത്രീക്കും തോന്നാം. ആദ്യം 47 വയസ്സുള്ളവരെ വിമർശിക്കൂ എന്നും മല്ലിക സുകുമാരൻ പറയുന്നു.